അപ്പോൾ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇത് നോക്കിയേ, ഫൈൻഡ് ദ റൂട്ട് ഓഫ് 1 + sin x / 1 - sin x. ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. sec x + tan x, cosec x + cot x, sec x + cosec x, tan x + cot x. ഇത് ആക്ച്വലി ഇതിൻ്റെ കോൺജുഗേറ്റ് ഒക്കെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇവിടെ നമ്മൾ വളരെ സിമ്പിളായുള്ള ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഞാൻ ഇത് ഇവിടെ സൈഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സാധനം വരച്ചിട്ടുണ്ട്. ഇതൊരു പൈതഗോറിയൻ ട്രിപ്ലെറ്റുകൾ വെച്ചുണ്ടാക്കിയ ഒരു ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിൾ മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ ക്വസ്റ്റ്യൻസിലും അതായത് ട്രിഗ്നോമെട്രിയിൽ നിന്ന് വരുന്ന മിക്ക ക്വസ്റ്റ്യൻസിലും നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ഇതേ ട്രയാങ്കിൾ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. എല്ലാ ക്വസ്റ്റ്യനും ഇതേ ട്രയാങ്കിൾ യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിനുള്ള ആൻസറും നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ, റൂട്ട് ഓഫ് 1 + sin x / 1 - sin x. ഓക്കെ, ഇവിടെ ഈ ഒരു ട്രയാങ്കിളിൽ sin x എന്ന് പറഞ്ഞാൽ ആരാണ്? 4/5. സോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് 1 + sin x / 1 - sin x. സോ റൂട്ട് ഓഫ് 1 + 4/5 / 1 - 4/5 എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? 1 + 4/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9/5 അല്ലേ? 9/5 ആണ്. 1 - 4/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/5 ആണ്. 9/5 / 1/5. 5 കട്ട് ചെയ്ത് പോവും. ബാക്കി എന്തുണ്ട്? നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റൂട്ട് 9 ആണ്, എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ, അതായത് ക്വസ്റ്റ്യനിൽ നമ്മൾ sin x-ന് വാല്യൂ, ഈ ഒരു വാല്യൂ 4/5 എന്ന് പറയുന്ന ഈ വാല്യൂ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് 3 ആണ്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ അല്ലേ ചോദിച്ചത്? ക്വസ്റ്റ്യൻ ഈസ് ഈക്വൽ ടു വാട്ട് എന്ന് പറഞ്ഞാൽ, ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ sin x-ന് വാല്യൂ ഇട്ട് കൊടുത്തപ്പോൾ 3 എന്ന് കിട്ടിയെങ്കിൽ അതിൻ്റെ ഉത്തരം ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവും 3 ആയിരിക്കണം. അപ്പോൾ ഈ ഓപ്ഷനിലുള്ള ഇതേ സാധനങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ വാല്യൂസൊക്കെ ഇട്ട് കൊടുത്ത് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് 3 എവിടെയാണോ കിട്ടുന്നത് അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ ഞാനിവിടെ ഒന്ന് മായ്ക്കുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ നമ്മൾ വാല്യൂ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. ക്വസ്റ്റ്യനിൽ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഓരോ ഓപ്ഷൻസിലും നമുക്കിതാ ഈ പൈതഗോറിയൻ ട്രിപ്ലെറ്റിൻ്റെ വാല്യൂസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 3 വരുന്നത് ഏതാണോ അതായിരിക്കും നമ്മുടെ ആൻസർ. സോ ഓപ്ഷൻ എയിൽ ഞാനിത് ഇട്ട് കൊടുക്കുമ്പോൾ sec x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5/3 അല്ലേ? 5/3 പ്ലസ് tan x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4/3. കണ്ടോ? 5/3 പ്ലസ് 4/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9/3. 9/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3. കണ്ടോ? നമുക്ക് ആദ്യത്തെ ഓപ്ഷനിലാണ് 3 എന്ന് പറയുന്ന ആൻസർ കിട്ടിയത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ 3 എവിടെ കിട്ടി? ഫസ്റ്റ് ഓപ്ഷനിൽ കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആയിരിക്കും. ഇതേ കാര്യം നിങ്ങൾ വേറെ ഏതെങ്കിലും ഓപ്ഷനിലേക്ക് ഇട്ട് കൊടുക്കൂ, നിങ്ങൾക്ക് ഒരിക്കലും 3 എന്ന് പറയുന്ന ആൻസർ കിട്ടത്തില്ല. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൺക്ലൂഡ് ചെയ്യാം, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ?